ആത്മകഥാ വിവാദത്തിൽ പി ജയരാജന്റെ വിശദീകരണം വിശ്വാസത്തിലെടുത്ത് CPIM വിവാദം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും പി ജയരാജനോട് വിശദീകരണം ചോദിക്കില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വ്യക്തമാക്കി. വിവാദത്തിൽ പി ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇതാദ്യമായാണ് പി ജയരാജൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. ആത്മകഥാഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തു വന്നത് തന്റേതല്ലെന്നാണ് പി ജയരാജന്റെ വിശദീകരണം. തന്നെ തകർക്കാൻ ശ്രമം നടക്കുന്നതായും ജയരാജൻ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ പിയെ തള്ളാതെയാണ് CPIMന്റെ പരസ്യ നിലപാട്. ഇതിലിപ്പോൾ ജയരാജൻ എന്ത് ചെയ്തു? ജയരാജന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കും, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തെറ്റാണ് എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ. അതല്ലേ ജയരാജൻ തന്നെ പറഞ്ഞത്. നിയമപരമായ നടപടി സ്വീകരിക്കുന്നു. ആത്മകഥാ വിവാദം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: പാർട്ടിക്ക് ഒരു പ്രതിരോധമില്ല. ഇതെല്ലാം പാർട്ടി നേരിട്ടുകൊണ്ടല്ലേ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു പ്രതിരോധത്തിനെയും പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ പദം പറഞ്ഞ് പാർട്ടി എല്ലാ കാലത്തും പ്രതിരോധത്തിലേക്ക് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തിയാകും മുൻപേ പി ജയരാജൻ മടങ്ങി. ഇതിനിടെ പി ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ആവശ്യമെങ്കിൽ പി ജയരാജനിൽ നിന്ന് മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം.